കഥ ഇതുവരെ ബെന്നി സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്യും. അവൾക്ക് ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട്. അവളെ കാണാൻ ഒരുപാട് കുട്ടികൾ വരാറുമുണ്ട്. എന്നാലും ബെന്നി ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ചേച്ചി കുറച്ചും കൂടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്നും ഒരുപാട് ആളുകൾ ചേച്ചി അന്വേഷിച്ചു വരുമെന്ന് പറയുന്നു. എന്നാൽ ബെന്നിയോട് അത് പറയുമ്പോൾ വീണ്ടും ബെന്നി അത് പുച്ഛിക്കുന്നു. അവളുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് ഒരു ചേച്ചിയെ ഹെൽപ്പിനായി വിളിക്കുന്നു. ഇനി തുടർന്ന് കാണുക. ചേച്ചി ഞാൻ വന്നതേ, ചേച്ചി ഇപ്പൊ തയ്ക്കുന്നുണ്ടോ? ആ, വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ. ഞാൻ കുറച്ച് തുണി വെട്ടി തന്നാൽ ചേച്ചി എനിക്ക് തയ്ച്ചു തരാമോ? ആ, പൈസ തരാമല്ലോ, അതിനിപ്പല്ലേ. ഹലോ ഹലോ, എന്നാടി നീ വിളിച്ചേ? നിന്നെ വിളിച്ചതേ, എനിക്ക് കുറച്ച് കോളേജ് പിള്ളേരുടെ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷെ അത് എടുക്കണോ വേണ്ടോ എന്നൊരു സംശയം. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നവരുണ്ടടി, നീ അവരെ കൊണ്ട് അങ്ങ് ചെയ്യിക്കേ. എന്നാ പിന്നെ ഞാൻ അവരെ പോയി കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ആ ഓർഡർ അങ്ങ് എടുക്കാല്ലേടി? ആടി, അങ്ങനെ അങ്ങ് ചെയ്യേ. ഇങ്ങനെയല്ലേ ഓരോരുത്തരൊക്കെ വളരുന്നത്. എന്നാ ശരിയടി. At the next intersection, turn right. നിന്റെ വീട് ഇവിടെയാണ്? ഇവിടെ താഴെ. ഓ, അത് ശരി. വാ, എന്നാ പരിപാടി? എടാ, ഞാനിവിടെ നിസി എന്ന് പറയുന്ന ഒരു തയ്യക്കാരി, എന്റെ പെണ്ണുപിള്ള അങ്ങ് UK എന്തോ റീലും കണ്ടിട്ട് അതിന്റെ ലൊക്കേഷൻ അയച്ചു. ഞാൻ ഗൂഗിൾ മാപ്പ് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. അതെന്റെ എനിക്കറിയാം, എന്റെ ഭാര്യ. അതിപ്പോ ലാഭമായാലും. അത് ശരി, നീ ഇതൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണ്ടേ? എന്നാ ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? വീട് ഇവിടെ അടുത്താ, രണ്ട് വീട് അപ്പറയാ. ബാ, നീ വാ, പുറകെ വരും. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ പോയി കണ്ടടാ. കുഴപ്പമില്ല, പക്ഷെ നമുക്ക് തുടങ്ങുന്നതിന് ഒരു 10-12 ലക്ഷം രൂപ വരും. റൂം എടുക്കണം, അതിൻ്റെ റെൻറ്റ്, മെഷീൻ എടുക്കണം, സ്റ്റാഫ്. 3 ലക്ഷം രൂപ എങ്ങനെയാലും എൻ്റെ കയ്യിലുണ്ട്. ബാക്കിക്കാണ് ബുദ്ധിമുട്ട്. എടി, അതിനല്ലേ ഇപ്പം മറ്റേ പ്രധാനമന്ത്രിയുടെ കുറേ സ്കീമിലുള്ള സ്ത്രീകൾക്കൊക്കെ ലോൺ കിട്ടുന്നുണ്ട് പരിപാടിയൊക്കെ ഇല്ലേ? എന്നെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിനക്ക് വേണ്ട അത്രയും ലോൺ കിട്ടും. 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ലോണിൻ്റെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ അളീനൊക്കെ ഇത് അറിയാവുന്ന കാര്യമാണ്. അളീനെ നീ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. കൈ മൊത്തം കറയായി. നീ എന്നാ വീട്ടിലോട്ട് വരുന്നേ? എന്ത് അളീൻ്റെ ചൊറിച്ചു സ്വഭാവം നിൽക്കട്ടോ അത്. അപ്പൊ നീ വീട്ടിലോട്ട് വരുന്നേ ഇല്ലേ? എങ്ങനെ സഹിക്കുന്നില്ല നീ? ജീവിച്ചു പോട്ടടാ. വേഗം വാ, സമയം പോണു. ഒന്ന് പെട്ടെന്ന് വാ. മനീഷ് മൽഹോത്രയുടെ തിരക്കും കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റുമോ സമയത്തും കാലത്തും? എടീ, നമ്മളിപ്പോ പോകുമ്പോഴേ എന്റെ കൊളീഗ്സ് എല്ലാരും ഉണ്ടാവും. നീ PSC കോച്ചിങ്ങിന് പോവാണെന്ന് പറഞ്ഞാൽ അല്ലേ? വേണ്ട, ഹൗസ് വൈഫ് ആണെന്ന് പറഞ്ഞു. അതുപോലെ കേട്ടോ. അതെന്തിപ്പോ അങ്ങനെ പറയുന്നേ? ഞാൻ വീട്ടിലൊരു സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്നില്ലേ? സ്റ്റിച്ചിങ്ങിന്റെ തയ്യലിലെ കഥയൊന്നും ഇപ്പൊ അവിടെ പോയി എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ഞാൻ പശുത്തൊഴുത്തിന്റെ കഥയും പറഞ്ഞോണ്ട് നീ ഞാൻ പറയണ അങ്ങ് കേൾക്കാൻ പറ്റുമോ? അത് മതി. എന്നാ പറ്റി? എന്നാ വല്ല എടുക്കാൻ പറഞ്ഞോ? ഒരു മിനിറ്റ്.
എന്റെ കാര്യം പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് എന്നെയും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലവേനയാന്ന് പറഞ്ഞാൽ മതി. എടി 10 പൈസ ഉണ്ടാക്കുന്നതിന്റെ നകളിപ്പാവും അഹങ്കാര. മേഡം എന്താ ഇവിടെ? ഇത് ബെന്നിയുടെ വീടായിരുന്നോ? അതെ അതെ, എന്റെ വീടാ ഇത്. ആ, ഞാനേ ഇൻസ്റ്റാഗ്രാമിലെ ഒരു റീല് കണ്ടായിരുന്നു, ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് തയ്ക്കുന്നേ. അപ്പൊ ആ വീട് തപ്പി ഇറങ്ങിയതാ. എന്റെ വൈഫാ. ഒയ്യോ, ബെന്നിയുടെ ഭാര്യയാണോ? എന്നിട്ട് എന്താ ഞങ്ങളോട് പറയാതിരുന്നേ? ഓ, ഇനിയിപ്പൊ ഞങ്ങള് നല്ല നല്ല ചുരിദാറൊക്കെ തയ്ച്ചിടണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ല വേണ്ട, ഇതിപ്പോ പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. കൊള്ളാം. മാഡം വാ, കേറി ഇരിക്കാലോ. വാ കേറി വാ. വണ്ടി നമുക്ക് അല്ല, വണ്ടി ഞാൻ അങ്ങോട്ട് മാറ്റിയിടാം, കുഴപ്പമില്ല. ആ, എടാ ഇതിപ്പോ ആലോചിക്കാനൊന്നുമില്ല. എടാ UK കിടക്കുന്ന എന്റെ പെണ്ണുപിള്ള ഈ ഓണക്കാറാമ്പൂരെ കിടക്കുന്ന ഇവന്റെ പെണ്ണുപിള്ളയെ തപ്പി പിടിച്ചിട്ടുണ്ടെങ്കിൽ എടാ അവക്കൊരു ടാലന്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എടാ ഇവന് ഈഗോയാടാ. ആ കൊച്ചിനെ അനാവശ്യമായിട്ട് കളിയാക്കും. കോളയോട്ടുള്ളവന് മസിൽ കൊടുത്താ ഒരാവശ്യമില്ലാതെ ആൾക്കാരെ കളിയാക്കുക, അവരെ വെറുപ്പിക്കുക. എടാ അന്നേരം നീയും കിടന്ന് ചിരിച്ചല്ലേടാ? അതങ്ങനത്തെ കാര്യം പറഞ്ഞാൽ ആരാണെങ്കിലും ചിരിച്ചു പോകത്തില്ല. അതെർത്ത്. എടാ നീ ആ ഓണക്കാറാൻ മൂലയെന്ന് കുറച്ച് ടൗണിനോട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി സൈഡിലോ വല്ല ഒരു കടമുറി എടുക്കുക, എന്നിട്ട് കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ച് ആ കടയൊന്ന് വിപുലീകരിക്കുക. എടാ പെമ്പിള്ളാരെ സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ അതൊരിച്ചിലായിട്ടൊന്നും കാണല്ലേ. നീ എപ്പോഴാടാ വന്നേ? ചായ എടുക്കട്ടെടാ? വേണ്ട, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്നാ പറ്റിയടാ നിനക്ക്? ഒന്നുമില്ല. എന്നാടാ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. അവളെന്തേ? ബെഡ്റൂമിലിരുന്ന് അവിടെ പോണേ കുത്തു ഏതാണ്ടൊക്കെയാ, എനിക്കറിയത്തില്ല. എടേ നീ ഒന്ന് വാ, നമുക്കൊന്ന് പുറത്ത് പോ. അതെ, ഞാൻ കുറച്ച് തിരക്കാണേ, ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എന്നോട് ഞാൻ വരാനല്ലേ പറഞ്ഞത്? നമ്മൾ കുറേ നേരം എവിടെ നിൽക്കാൻ വേണ്ടിട്ട്. എന്താ കാര്യം? ഓഫീസിൽ പുതിയ പ്രൊമോഷൻ്റെ ലിസ്റ്റ് വന്നിട്ട് ഞാൻ ഈ മഴയും വെയിലും കൊണ്ടാക്കി വെറുതെ. ലിസ്റ്റിനകത്ത് എൻ്റെ പേരില്ല, കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തവരുടെ വരെ പേരുണ്ട്. ഞാൻ മഴക്കടി, എനിക്കിനി അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നു. നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടപ്പെടുന്നില്ല, ആ ഓഫീസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവിടെ റിസൈൻ ചെയ്യും, എന്നിട്ട് വേറെ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ജോലി നോക്കാമല്ലോ നമുക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ ജോലി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ആകെ കുഴയും. അതിനല്ലേ ഞാനുള്ളത്. നിങ്ങൾ പറയുന്ന പോലെ ഈ ഓണാങ്കേറ മൂലയിൽ എന്നെ തപ്പി ആളുകൾ വരുന്നുണ്ടെങ്കിൽ, ബെറ്റർ ആയിട്ടൊരു സ്ഥലത്തേക്ക് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ തപ്പി ഒരുപാട് ആളുകൾ വരും. ഇച്ചാന് സ്വന്തമായിട്ടൊരു കൺസൾട്ടൻസി തുടങ്ങാൻ പാടില്ലേ? എടി അതിനൊക്കെ എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം, ഓഫീസ് എടുക്കണം, അത് ഫർണിഷ് ചെയ്യണം, സ്റ്റാഫ് വേണം. ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഒരു ചെറിയ ലാപ്ടോപ്പ് മതി, നമ്മളുടെ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോരെ. സ്റ്റാർട്ടിങ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, 1-2 സ്റ്റുഡൻറ്റ് കിട്ടി അത്രയും പോരെ. അത് കഴിഞ്ഞ് കേട്ടു അറിഞ്ഞു ആളുകൾ വരുമ്പോഴേക്കും നമുക്ക് ഓഫീസിൻ്റെ കാര്യം ചിന്തിച്ചാൽ പോരെ. എൻ്റെ ഈ സംരംഭത്തിന് തന്നെയാണെങ്കിൽ ഒരുപാട് ലോണുകളൊക്കെ കിട്ടും. പിന്നെ എന്താ നമുക്ക് പേടിക്കാനുള്ളത്? എടി എനിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് അടിക്കുന്നടി. എടി വേറൊന്നുമല്ല, ഞാൻ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര സെൽഫിഷായിരുന്നു. നിന്നെ എവിടെയൊക്കെ താത്തിക്കെട്ടാവോ അവിടെ എല്ലാം ഞാൻ താത്തിക്കെട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ താറടിക്കാവോ അവിടെ എല്ലാം ഞാൻ താറടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു അവസ്ഥ വന്നപ്പോൾ ഉണ്ടല്ലോ, നീ തരുന്ന ഈ സപ്പോർട്ട് എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെ പറയുന്നത്. അതിനല്ലേ ദാമ്പത്യം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ, ഒരാൾ ഡൗൺ ആകുമ്പോൾ മറ്റേ ആൾ കൈ പിടിച്ച് ഉയർത്തും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ, പോരാത്തതിന് പള്ളി വീട്ടിൽ പോകുമ്പോൾ